അങ്ങനെ കോക്രോച്ച് ജനതാ പാർട്ടി പൊതുസമക്ഷത്തിലേക്ക് എത്തുകയാണ്. 6-ന് ദില്ലിയിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പാറ്റകൾ തെരുവിലേക്ക്, ക്യാപ്ഷൻ തന്നെ നമുക്ക് പറയാം. പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. സമാധാനപരമായ പ്രതിഷേധമാണെന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ടുള്ള ആദ്യ നീക്കമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടേത്. കോക്രോച്ച് ജനതാ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാകില്ലെന്ന് വക്താവ് വിജേത ദഹിയ. ഇപ്പോഴുള്ളത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള കൂട്ടായ്മ മാത്രമാണ്. എന്നാൽ നാളെ മുതൽ നമ്മൾ 22 പേര് ഒരൊറ്റ ഗ്യാങ്, ഒരുത്തനെ പേടിക്കാൻ പോലുള്ള. ശനിയാഴ്ചത്തെ പ്രതിഷേധത്തിന് അനുമതി ലഭിച്ചില്ലെങ്കിലും അനുമതിക്കായി പ്രതിഷേധിക്കുമെന്നാണ് പറയുന്നത്. உனக்கு விவேகம் நான் தெரியுமா? தெரியும். பல்கேரியா ஃபாரஸ்ட்ல எக்ஸசைஸ் பண்றது தானே? இல்ல, மூளையை யூஸ் பண்ணி வாழ்க்கையில ஜெயிக்கிறது. டேய் என்னடா நான் அப்படி சொன்னா இப்படி சொல்றேன், இப்படி சொன்னா அப்படி சொல்றேன். പറയുന്നത് കേരളത്തിലും കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇടമുണ്ടെന്നും വിജേത ദഹിയ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു.